പാഠം 1 കൃഷി പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷന ഹർഷൻ. മാഡം, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. മാഡം, നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, അപ്പം ഈ മില്ലറ്റ്സിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൂടിയാണല്ലോ. അപ്പം അതിനെക്കുറിച്ചൊന്ന്, എന്താണ് അതിന്റെ പ്രവർത്തന രീതി, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. അതിന്റെ തുടർച്ച എന്നതോളം 2024 അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതിൽ നമുക്ക് വലിയ മെസ്സേജാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ 2023 ലോകം മുഴുവൻ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് ആചരിച്ചു എന്നുള്ളത് ഇന്ത്യക്കുള്ളൊരു അംഗീകാരം കൂടിയാണ്. കാരണം 2017-18 നാഷണൽ ഇയർ ആയിട്ട്, മില്ലറ്റ്സ് ഇയർ ആയിട്ട് ഇന്ത്യ ആചരിച്ചിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇന്ത്യയുടെ നോമിനേഷൻ റിക്വസ്റ്റ് പ്രകാരമാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് നൽകിയത്. അപ്രകാരം ഒരു പ്രവർത്തനം വന്നത് തന്നെ ഇന്ത്യക്കൊരു ആദരവാണ്. ഏറ്റവും കൂടുതൽ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ലോകരാഷ്ട്രങ്ങളിൽ വെച്ച്. ഏകദേശം 173 അല്ലെങ്കിൽ 170 ലക്ഷം ടണ്ണിന് മേളിലാണ് ഇന്ത്യയുടെ ചെറുധാന്യങ്ങളുടെ ഉൽപാദനം. അത് ഏഷ്യയുടെ 80% വരും. 59 കോടികളിലധികം ആൾക്കാർ ലോകത്ത് മില്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതൊന്നും കണക്കാക്കുന്നില്ല എങ്കിലും പല രാജ്യങ്ങളിലും മില്ലറ്റ്സ് അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്രകാരം ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് നമ്മുടെ തനത് സ്വത്തായിരുന്ന ചെറുധാന്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും ഏറ്റവും നല്ലതാണെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഇന്ത്യ ഈ ഒരു പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് നീങ്ങിയതും. ഇപ്രകാരം ഒരു പ്രാധാന്യം, ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക്. അതേസമയം എന്ന് വെച്ചാൽ മലയാളികൾക്ക് പണ്ട് ചാമയും തിനയും ഒക്കെ വളരെ പോപ്പുലറായിട്ട് ഉള്ള ഒരു 2 ചെറുധാന്യങ്ങളായിരുന്നു. പിന്നീട് നമുക്കെല്ലാം അറിയാവുന്ന മറ്റൊരു ചെറുധാന്യം പഞ്ഞിപ്പുല്ല് അഥവാ റാഗി, ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത് മാത്രമാണ്. അപ്പം അതിൽ നിന്ന് മുന്നോട്ട് നീങ്ങി ബാക്കിയുള്ളവരുടെ സാധ്യതകളൂടെ തിരിച്ചറിയുന്നതിന് കേരളീയരെ സഹായിച്ച ഒരു വർഷമായിരുന്നു 2023 ഇപ്രകാരമുള്ള ഒരു വർഷാചരണവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയിൽ എത്ര തരം മില്ലറ്റ്സ് ആണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളത് കൃഷി ചെയ്തു വരുന്നത്? ഏകദേശം 12ഓളം ഇനങ്ങളാണ് ചെറുധാന്യങ്ങളായി നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതിൽ അവയുടെ ഉൽപാദനത്തിൻ്റെ അളവും അതുപോലെ തന്നെ ധാന്യ മണികളുടെ വലിപ്പവും അനുസരിച്ച് ഇതിനെ തരം തിരിച്ചിട്ടുണ്ട്. അതായത് മേജർ മില്ലറ്റ്സ്, മൈനർ മില്ലറ്റ്സ്, സ്യൂഡോ മില്ലറ്റ്സ്, ഇങ്ങനെ 3ആയാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിൽ മേജർ മില്ലറ്റ്സിൽ പ്രധാനമായിട്ടും വരുന്നത് പേൾ മില്ലറ്റ് അഥവാ ബാജ്ര, കമ്പ് എന്ന് പറയുന്നതും, ഫിംഗർ മില്ലറ്റ് റാഗി അഥവാ പഞ്ഞപ്പുല്ലും, സ്വർഗം അഥവാ മണിച്ചോളം എന്ന് നമ്മൾ പറയുന്നത്. ഇത് 3ആണ് മേജർ മില്ലറ്റ്സിൽ വരുന്നത്. ഇത് കൂടുതലാണ്, ഏറ്റവും കൂടുതലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മൾ ഭക്ഷണത്തിന്റെ ഭാഗമായി ഇന്ന് മാറിയിട്ടുള്ളത്. 3ഉം കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്? ഇല്ല, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അത് കൃഷിക്ക് സാധ്യതയുണ്ടെന്ന് ഈ കഴിഞ്ഞ വർഷത്തെ കാലത്ത് കൊച്ചു സ്കൂളുകളിൽ തന്നെയും അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷന് സാധ്യത നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേരളം. നമ്മൾ കൂടുതലും നമ്മുടെ ഉഷ്ണമേഖല ജില്ലകളായിട്ടുള്ള അല്ലെങ്കിൽ പാലക്കാട് പോലെയുള്ള ജില്ലകളിലാണ് കേരളത്തിൽ മില്ലറ്റ് കൃഷി ചെയ്തിട്ടുള്ളത്. അത് കൂടുതലും നമ്മൾ ചെയ്തിരിക്കുന്നത് ചാമയും ഇതേപോലെ തന്നെ ഫിംഗർ മില്ലറ്റ്, റാഗിയുമാണ് നമ്മൾ കൂടുതൽ. പഞ്ഞപ്പുല്ലാണ് നമ്മൾ ഈ ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി എന്ന് പറയുന്നത്. പല സ്ഥലത്ത് അതിന് മുത്താറി, അങ്ങനെ പല പേരിൽ അറിയപ്പെടും. അതുകൊണ്ട് നമ്മൾ കൂവരകെന്ന് നമ്മുടെ തെക്കോട്ട് കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ കൂവരകെന്നും പറയാറുണ്ട്. പക്ഷെ അത് വേറെയാണ്, കോഡോ മില്ലറ്റ് ആണ് ശരിക്കും. അങ്ങനെ ഓരോന്നിനും പല ദേശത്ത് പല വിളിപ്പേരുകളാണ് ജനറലി. അതായത് പറയുന്നത് നമുക്ക് മൈനർ മില്ലറ്റ്സ് ആണ്. അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന മില്ലറ്റ് ഫോക്സ് ടെയിൽ മില്ലറ്റ് ആണ്. അതുപോലെ തന്നെ ലിറ്റിൽ മില്ലറ്റ്, അതായത് നമ്മുടെ ചാമയും തിനയും. അത് നമുക്ക് മലയാളിക്ക് പരിചയമാണ്. നമ്മൾ തിന പറയുമ്പോൾ നമ്മൾ കിളികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് കൊടുത്തിരുന്നത്. ചാമ നമ്മൾ കഞ്ഞി, ക്ഷാമകാലത്തൊക്കെ ചാമക്കഞ്ഞി മലയാളിക്ക് വളരെ പരിചിതമാണ്, വളരെ രുചികരവുമാണ്. അതെ, തീർച്ചയായിട്ടും ചാമയും തിനയും
അതുപോലെ തന്നെയാണ് ബാണിയാർഡ് മില്ലറ്റ്, അതായത് കുതിരവാലി. ഈ ബാണിയാർഡും ഫോക്സ്റ്റെയിൽ മില്ലറ്റും ആണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അത്യുത്തമെന്ന് നമ്മൾ പറയുക. എല്ലാം നല്ലത് തന്നെയാണ്. ഈ മില്ലറ്റുകൾക്ക് മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ പലതരം രുചികളാണ്. അപ്പൊ നമുക്കൊരു മലയാളിക്ക് പെട്ടെന്ന് മില്ലറ്റ് സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. എന്ന് പറഞ്ഞാൽ രുചി നമ്മളുടെ നാവില് അരിയും ഗോതമ്പും പിടിച്ചു വെച്ചിരിക്കുന്ന രുചിമുകുളങ്ങളെ മില്ലറ്റിനെ കൊണ്ട് മാറ്റുക അത്ര എളുപ്പമുള്ള കലോറിയുടെ അംശം കുറവാണല്ലോ ഇതിന്. കലോറിയുടെ അംശം കുറവെന്ന് പറയാം നമുക്ക് എന്തർത്ഥത്തിലെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം നാരിന്റെ അംശം ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് പോളിഷ്ഡ് ആണ്. നമ്മുടെ പഴയ കാലത്ത് നെല്ല് കൃഷി ചെയ്ത് കുത്തി മാറ്റിയെടുത്ത് ഉമി മാറ്റി അങ്ങനെ എടുത്തിരുന്ന നെല്ല് തീർച്ചയായിട്ടും നാരിന്റെ അളവിൽ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് മില്ലറ്റിനോട് കിടപിടിച്ച് നിൽക്കാൻ സാധിക്കും. പക്ഷെ നമുക്കിന്ന് കിട്ടുന്നത് പല തലത്തിൽ പോളിഷ് ചെയ്തെടുത്ത അരിയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നാരിന്റെ അംശം ഈ പറഞ്ഞ മില്ലറ്റിലാണ് ധാരാളമായിട്ടുള്ളത്. നമ്മൾ ഒരുപക്ഷെ ആ ഒരു രീതിയൊക്കെ തുടർന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ ഫൈബറിന് വേണ്ടി നമുക്ക് മറ്റുള്ളതിനെ ഒന്നും ആശ്രയിക്കാതെ അവിടെ ഉള്ള അരിയിൽ തന്നെ നിൽക്കാമായിരുന്നു. പക്ഷെ അരിയിൽ വെച്ച് നോക്കുമ്പം മില്ലറ്റിനുള്ള ഒരു സവിശേഷത, അതിൽ ധാരാളമായി മാംസ്യത്തിന്റെ പ്രോട്ടീന്റെ അളവ് അരിയേക്കാളും വളരെ അളവ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെയോടൊപ്പം തന്നെ പ്രോട്ടീനൂടെ കിട്ടുന്ന ഒരു സവിശേഷ ഭക്ഷണം എന്ന് നമ്മൾ അതിനെ കരുതുന്നു. അതായത് നമ്മൾ ഇഡലി കഴിക്കുമ്പം അരിയും ഉഴുന്നും മിക്സ് ചെയ്ത് പുട്ടും കടലയും എടുക്കുന്നത് പോലെ ഈ മില്ലറ്റിൽ തന്നെ ചെറുധാന്യങ്ങളിൽ തന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, അങ്ങനെയുള്ള ഒരു പ്രത്യേകത. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്, അതായത് വൈറ്റമിൻസ്, വൈറ്റമിൻ B12, അങ്ങനെ കുറെ മൾട്ടിപ്പിൾ മിനറൽസ് വളരെ ഗുണകരമാകുമല്ലോ കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും അനുയോജ്യമാണ്. ഒരു ദിവസം നമുക്കൊരു 100 ഗ്രാം വരെ മതി മില്ലറ്റ്, അതായത് റോ വെയിറ്റ് 100 ഗ്രാം മതി ഒരാൾക്ക്, അതിൽ കൂടുതൽ ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 മുതൽ 4 ദിവസം വരെ ഉപയോഗിച്ചാൽ തന്നെ ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ ഇതിന് ഉണ്ടാകും. ഈ മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? സ്യൂഡോ മില്ലറ്റ്സ് എന്ന് പറയും. അതായത് ബക്വീറ്റ്, അമരാന്തസ്, അങ്ങനെ മില്ലറ്റ് ഉണ്ട്. അമരാന്തിൽ തന്നെ രാജ്ഗിര എന്ന് പറയുന്ന മില്ലറ്റ്, അമരാന്ത അതുപോലെ ചെറുതാണ്, വളരെ ചെറുത്. ഇത് പുല്ലുപോലെയല്ലേ മില്ലറ്റ്. ഇത് കേരളത്തിലുണ്ടോ ഈ മൂന്നാമത്തെ? ഏത് വേണമെങ്കിലും നമുക്ക് ഇല്ല. നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിൽ കൃഷി ചെയ്യുന്നത് ഫിംഗർ മില്ലറ്റ് അഥവാ പഞ്ഞപ്പുല്ലും നമുക്ക് ചാമയുമാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ നമുക്കിപ്പം ഈ കഴിഞ്ഞ ഒരു വർഷത്ത് നമ്മൾ സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് ഇതൊരു ആഘോഷമായി അവർ കൃഷി ചെയ്തു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയതായിട്ട് നമ്മുടെ കുട്ടികളുടെ ഫീഡ്ബാക്ക് സ്കൂൾ തലത്തിൽ വന്നിട്ടുള്ളത് ബാജ്ര, പേൾ മില്ലറ്റിന് നല്ല ഈൽഡ് ഉള്ളതായിട്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊക്കെ സാധ്യമാണ്. ധാരാളം ഇപ്പം കൃഷിഭവനുകളുടെ നേതൃത്വത്തിലും കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും നമ്മൾ മലയാളികൾ അത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു മാറിയ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു മില്ലറ്റ് നന്നായി കേരളത്തിൽ വരുമായിരിക്കാം. അപ്പൊ അങ്ങനെ സാധ്യമാണ്. ധാന്യവും മില്ലറ്റ്സും തമ്മിലുള്ള പേരില് അതെ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ പേര് കൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മുത്തുമണി അല്ല, വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് സാധാരണ നെൽപ്പാടങ്ങളിൽ നമ്മൾ വൻതോതിൽ കൃഷി ചെയ്ത് നമ്മൾ അതിന്റെ കതിര് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നെൽമണികളെ നോക്കിയാൽ ഇത് വളരെ ചെറുതാണ്, കാണത്തില്ല ആദ്യം വരുന്നത് പല മില്ലറ്റ്സും. ഇങ്ങനെ ബുഷ് പോലെ പുല്ല് പോലെ ആയിരിക്കും നിൽക്കുന്ന, അതിന്റെ ആ പോക്കറ്റ്സിലായിരിക്കും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു മണികൾ മില്ലറ്റ് ഒളിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ അതിന്റെ വലിപ്പക്കുറവുകൊണ്ട് ചെറിയ ഇനങ്ങളായതുകൊണ്ട് നമ്മൾ ധാന്യങ്ങൾ എന്ന് വിളിച്ചു. ഇപ്പൊ നമ്മുടെ അതിനെ നമ്മൾ ഇന്ത്യയില് നമുക്ക് ന്യൂട്രി സീരിയൽസ് എന്ന് വിളിക്കണമെന്നാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളും പോഷക സമൃദ്ധമായ ധാന്യങ്ങൾ എന്നുള്ള രീതിയിൽ അരിയും ഗോതമ്പിനെ ഒരിതും ന്യൂട്രി സീരിയൽസ് എന്ന് ചെറുധാന്യങ്ങൾക്ക് വിളിക്കണമെന്നും പറയുന്നുണ്ട്. കാരണം അതിനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മില്ലറ്റ്സ് നമ്മളിവിടെ ഈ മുളയേരി എന്നൊക്കെ കേൾക്കുമല്ലോ, മുളയേരി കഴിക്കുക, അത് ഈ മില്ലറ്റ്സിന്റെ പാർട്ട് ആക്കിയിട്ടില്ലയോ? ഇപ്പോൾ നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് 12 അല്ലാതെ ഒരു 3ഓളം ചെറു ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെ കൂടെ ആഡ് ചെയ്തിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ഒരു 15 എണ്ണത്തിന്റെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സീഡ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ ഇനങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നത്, അതിനകത്ത് ഈ മുളയേരി നമുക്ക് വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിസീസ് ഉള്ള ഒരു മനുഷ്യരായി മാറിയിരിക്കുക. നമുക്ക് എവിടെ നോക്കിയാലും രോഗമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ എങ്ങനെ നമുക്കിത് പ്രയോജനപ്പെടുത്താം, നമ്മുടെ ആൾക്കാരിലേക്ക് എത്രത്തോളം പ്രചാരത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. കൃഷി വിജ്ഞാന കേന്ദ്രം വളരെ
ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പോട്ട് തന്നെ മില്ലറ്റിനെ പ്രചാരം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു, ചെറിയ തോതിലെങ്കിലും. ഫീൽഡ് തലത്തിൽ വില്ലേജുകൾ ഏറ്റെടുത്തിട്ട് അവിടെ ന്യൂട്രി സ്മാർട്ട് വില്ലേജ്, തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു ന്യൂട്രി സ്മാർട്ട് വില്ലേജസ് ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ന്യൂട്രി സ്മാർട്ട് റെസിപ്പീസ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് നിർദ്ദേശം തന്നപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് അന്ന് തന്നെ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ആയിരുന്നു. അപ്പം നമ്മളത് അംഗൻവാടി തലത്തിലൊക്കെ പോയി കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്കും ടീച്ചർമാർക്കും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് നടത്തി അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതികളെ കുറിച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് തനതായിട്ടൊരു പ്യുവർ മില്ലറ്റ് ഉൽപ്പന്നം കൊടുത്താൽ, ഒരു എന്താ പറയുക, പാചക വിഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ മലയാളിക്ക് ഒരല്പം പ്രയാസം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യകാലത്ത് ഗോതമ്പിനോട് കാണിച്ചിരുന്ന ഒരു അതൃപ്തി തന്നെ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഒരു വിമുഖത ഉണ്ടായിരുന്നു നമുക്ക് സ്വീകരിക്കാൻ. അങ്ങനെ പിന്നെ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ 3 നേരം കഴിക്കുന്നുവെങ്കിൽ 2 നേരവും ഗോതമ്പാണെന്നുള്ളൊരു രീതിയിലേക്ക് മാറി. അപ്പോൾ അതിന് അത്രത്തോളം നമ്മൾ ആദ്യഘട്ടം കടന്നു പോകുക ഒരു വലിയ പാടാണെന്ന് നമ്മൾക്കതിൽ മനസ്സിലാവുകയുണ്ട്. അങ്ങനെയാണ് കൃഷി വിജ്ഞാന കേന്ദ്രം കൂടുതലും പ്രപ്പോസ് ചെയ്യുന്നത്. നമുക്ക് കേരളീയ തനത് വിഭവങ്ങൾ തന്നെ മില്ലറ്റിനെയും കൂടെ അതിൽ ഒരു ജുഡീഷ്യസ്ലി യൂസ് ചെയ്തുകൊണ്ടുള്ള റെസിപ്പികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതായത് അപ്പം, നമ്മൾ സാധാരണ മലയാളി ഉണ്ടാക്കുന്ന അപ്പം തന്നെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്യുവറായിട്ട് അരി മാത്രമാണ്. അപ്പോൾ അതിൽ ഒരു 50% അരി എടുത്തുകൊണ്ട് ബാക്കി 50% നമുക്ക് ഏതെങ്കിലും ഒരു നല്ല മില്ലറ്റ്, അതായത് അരിയുടെ കളറിനോട് കോമ്പിനേഷൻ ചേരുന്നതായിരിക്കണം. അതായത് പ്യുവർ വൈറ്റിനോട് വരുന്ന കളർ, അല്ല പെർപ്പിൾ കളർ. അങ്ങനെ നോക്കിയപ്പം നമ്മൾ ഈ പുട്ടും ചെമ്പാരി ഉപയോഗിക്കുന്ന മലയാളിക്ക് അതിൻ്റെ കൂടെ ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് തോന്നി. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പത്തിന് പുട്ടുപൊടി, അപ്പം പൊടി, അതേപോലെ ഇടിയപ്പം മിക്സ്, അതുപോലെ നമ്മൾ കുമ്പളപ്പമൊക്കെ ചെയ്യുന്നതിൽ റാഗിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അത് സ്വീകരിക്കും. നമ്മൾ പുട്ടുപൊടി, ഉൽപ്പന്നങ്ങൾ തവിടോടുകൂടി അരിയുടെ ചെയ്യുന്ന ക്വാളിറ്റിയിൽ തന്നെ വരികയും അതിൻ്റെ തന്നെ ഒരു ടേസ്റ്റും ഫിനിഷും വരികയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഒന്ന് കഴിച്ച് നോ എന്ന് പറയിക്കുന്നതിൽ നല്ലത് ഇപ്രകാരം ഒരു ബ്ലെൻഡിങ് ആണെന്ന് നമുക്ക് തോന്നി. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ട് അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പിനെ നമുക്ക് അതുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഹെൽത്തി ഫീലിംഗ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരു ഒബ്സർവേഷൻ, ഒരു ടൈമാണ് ആ സമയം. മറ്റേ നമ്മളെ ശരിക്കും ഒരു പ്ലേറ്റ് നിറച്ച് ആഹാരം നിറച്ച് വയറ് നിറച്ച് കഴിക്കുന്ന സ്വഭാവമാണ് മലയാളികൾക്ക്. പക്ഷേ മില്ലറ്റ്സ് എന്ന് പറയുമ്പം എത്രയോ അതിന്റെ കണക്ക് എനിക്കറിയത്തില്ല. അത് എത്ര അതിന്റെ ഒരു റേഷ്യോ വല്ല എന്ന് പറയാൻ വേണ്ടത്? അത് തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് 100 ഗ്രാം റോ വെയിറ്റ് മതി. അതായത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു 400 ഗ്രാം 450 ഗ്രാമിന് മേളിൽ തൂക്കം വരും. അപ്പോൾ അത്രയും തന്നെ നമുക്ക് പലപ്പോഴും കഴിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ 2 നേരമോ 3 നേരമോ ആയി നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ഒരു പ്രിഫറൻസ് ആണ്. ചിലരുണ്ട് പക്ഷേ മില്ലറ്റ്സിനോട്, ചെറുധാന്യങ്ങളെല്ലാം ന്യൂട്രി സീരിയൽസിന്റെ അങ്ങ് ഭയങ്കരമായ ഒരു ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് കുഴപ്പമില്ല, പ്യുവറായിട്ട് തന്നെ അവർക്ക് നേരിട്ട് കഴിക്കാം. പക്ഷേ ഏതൊരു മില്ലറ്റും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അളവിൽ നമ്മൾ ഒരു 25 ഗ്രാം വെച്ച് നമ്മളതിനെ കൺസ്യൂം ചെയ്ത് പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ 4 ഇരട്ടിയോളം 5 ഇരട്ടി വരും എന്നോർത്തോ. അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ ഗ്രാജുവലി നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നതാണ് നല്ലത്.